ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ 24-ാം തീയതി നടന്ന +2 ബോട്ടണി എക്സാമിനെ കുറിച്ചാണ്. ഈ വട്ടം നടന്ന ബോട്ടണി എക്സാമിൽ ഏറ്റവും കൂടുതൽ വിവാദത്തിനിരയായതും ബോട്ടണി ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഒരുപാട് CBSE മെറ്റീരിയലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് വാർത്തകളിൽ വന്നിരുന്നു. ഒരുപാട് കുട്ടികളും പ്രയാസം അനുഭവപ്പെട്ടു, പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു എന്നും പറയപ്പെട്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഈ വട്ടം ബോട്ടണിക്ക് സംഭവിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ഉടനെ എനിക്ക് തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ആ പേപ്പർ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കൂടിയിട്ടുള്ള നോർമൽ ലെവലിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങൾ സംഭവിച്ചൊരു പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ടഫ് പേപ്പറായിട്ട് തന്നെ ആയിരുന്നു എനിക്ക് തോന്നിയത്. ഞാൻ അതേപോലെ കുട്ടികളോട് പറയുകയും ചെയ്തു. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് അനുഭവപ്പെടുകയും ചെയ്തു. ടഫാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിലെ ക്വസ്റ്റ്യൻസൊക്കെ ഉത്തരമൊക്കെ വലിയ കുഴപ്പമില്ല, ആലോചിച്ചാലും അത്യാവശ്യം പഠിച്ച ആൾക്കാർക്കുമൊക്കെ കിട്ടുന്നതാണ്. NCERT നല്ലപോലെ കൺസെപ്റ്റ് വെച്ച് പഠിച്ച എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. ഞാൻ ടഫാന്ന് പറയാൻ കാരണം അതിലെ ക്വസ്റ്റ്യൻസ് സാധാരണ ലെവലിനെ അപേക്ഷിച്ച്, സാധാരണ ചോദിക്കുന്ന അപേക്ഷിച്ച് കുറച്ചുകൂടെ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്വസ്റ്റ്യൻ്റെ പാറ്റേണിലുള്ള ചേഞ്ച് ആയിരുന്നു എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണെന്ന് തോന്നിപ്പിക്കാനുള്ള പ്രധാന കാരണം. സാധാരണ 1 മാർക്കിലൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നിടത്ത് ഇവിടെ കുറേ പാരഗ്രാഫ് തന്ന് കുറേ വിവരിച്ചിട്ടായിരുന്നു ക്വസ്റ്റ്യനിലേക്ക് അവർ എത്തിയിരുന്നത്. പല ക്വസ്റ്റ്യനുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വിച്ച് പ്രിവെൻറ്റ് ഇൻബ്രീഡിയൻ ഡിപ്രഷൻ? ഓട്ടോഗമിയിലാണ് ഇൻബ്രീഡിയൻ ഡിപ്രഷൻ നടക്കുക. സാധാരണ ചോദിക്കുന്നത് എന്താണ്, ഇതിലേതാണ് ഓട്ടോഗമീനെ അല്ലെങ്കിൽ സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന ചോദ്യമായിരുന്നു സാധാരണ വരാറുള്ളത്. എന്നാൽ ഈ വട്ടം അവരൊന്നും ട്രിക്കി ക്വസ്റ്റ്യൻ ആക്കി. എന്താണ് ഇൻബ്രീഡിയൻ ഡിപ്രഷനെ പ്രിവെൻറ്റ് ചെയ്യുക? ഓട്ടോഗമിയിലാണ് ഇൻബ്രീഡിയൻ ഡിപ്രഷൻ നടക്കുന്നത് എന്നറിയുന്ന ഒരാൾക്ക് മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ട്രിക്കി ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഫീൽ ചെയ്തു. രണ്ടാമത്തെ ബയോടെക്നോളജിയിലെ ക്വസ്റ്റ്യൻ ആണ്. ബയോടെക്നോളജിയിലെ ഈ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയറിൽ 2 മാർക്കിന് അറേഞ്ച് ചെയ്ത് എഴുതാൻ. പക്ഷെ ആ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഈ വട്ടം അത് 1 മാർക്കിലേക്ക് കൺവേർട്ടായി. മൂന്നാമത്തെ ബയോപൈറസിയിലെ ബസുമതി റൈസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇന്നേ വരെ പ്രീവിയസ് ഇയറിൽ ഞാൻ അങ്ങനെ കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ന്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് അത് വന്നിട്ടുണ്ട്. ബയോപൈറസിൻ്റെ എക്സാമ്പിളായ ബസുമതി റൈസിനെ കുറിച്ച്. എനർജി ഫ്ലോയിലെ 10% ലോ വെച്ചുള്ള പ്രോബ്ലം എപ്പോഴും ചോദിക്കാറുള്ള 2 മാർക്കിന്, പക്ഷേ ഇത് 1 മാർക്കിലേക്ക് വന്നു. 10% വെച്ച് ടേഴ്സറി കൺസ്യൂമറിൻ്റെ എനർജി കാണാനുള്ളത്. കുറച്ചുകൂടെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്, ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് 1 മാർക്കിലേക്ക് ചുരുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ വരികയാണെങ്കിൽ സാധാരണ 8ാമത്തെ ക്വസ്റ്റ്യനിൽ ബയോടെക്നോളജിയിൽ ഹൗ ടു മേക്ക് ബാക്ടീരിയ കോമ്പിറ്റൻറ്റ്, എങ്ങനെ ബാക്ടീരിയനെ കോമ്പിറ്റൻ്റ് ആക്കാം, 4 സ്റ്റെപ്പുകളുണ്ട്. ഡയറക്റ്റുള്ള ചോദ്യമാണ്. പക്ഷെ ആ ചോദ്യത്തിന് മുമ്പ് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു. എന്തുകൊണ്ട് ഒരു ഫോറിൻ DNA ബാക്ടീരിയൻ്റെ സെൽ മെംബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എൻട്രി അനുവദിക്കുന്നില്ല? അതിൻ്റെ കാരണം ചോദിച്ചിട്ടാണ് കോമ്പിറ്റൻ്റ് സെൽ പ്രിപ്പറേഷൻ അവർ ചോദിച്ചത്. അത് 2 മാർക്കാണ്. സാധാരണ കോമ്പിറ്റൻ്റ് സെൽ ചോദിക്കും, 2 മാർക്ക് ചോദിക്കും, 2 മാർക്കായിരിക്കും കിട്ടുക. ഇവട്ടം എന്തുകൊണ്ട് ബാക്ടീരിയ RDNA സ്വീകരിക്കുന്നില്ല, കാരണം പറയൂ, എന്നിട്ട് കോമ്പിറ്റൻ്റ് സെല്ലിൻ്റെ മെത്തേഡ് സ്റ്റെപ്പുകൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അടുത്തയിലേക്ക് വരികയാണെങ്കിൽ ഈ 10ാമത്തെ ഇൻസുലിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻസുലിൻ്റെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ അവർ കുറേ ഡയലോഗുകൾ, സിനിമയിലെ ഡയലോഗുകൾ പോലെ എഴുതി വെച്ചിട്ടുണ്ട്, കുറേ ഡയലോഗ്. ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ്, എന്ത് സ്ട്രക്ചറൽ ചേഞ്ച് ആണ് പ്രോ ഇൻസുലിൻ നിന്ന് മെച്ചുവർ ഇൻസുലിനിലേക്ക് വരിക? C ചെയിൻ ആബ്സെൻ്റ് ആയിരിക്കും. 2 പോളിപെപ്റ്റൈഡിനെ കണക്ട് ചെയ്യുന്നത് ആരാ? ഡൈസൾഫൈഡ് ബോണ്ടുകൾ. ആൻസർ ഈസ് വെരി ഷോർട്ട് ആൻഡ് വെരി സിമ്പിൾ. നല്ല പോലെ എല്ലാ കുട്ടികളും അതിന് ഉത്തരം എഴുതുമെന്ന് അറിയാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ബട്ട് അതിനു മുമ്പ് ഒരു ലെങ്തി അപ്പിയറൻസ് ഉണ്ടായിരുന്നു ആ ക്വസ്റ്റ്യന്. പിന്നെ വരികയാണെങ്കിൽ വാട്ട് ആർ ദ മെത്തേഡ്സ് ഇൻ ഡിഫെൻസ്? പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ കുറേ ഡിഫെൻസ് മെക്കാനിസങ്ങളുണ്ട്. അത് നേരെ 4 പോയിന്റ് എഴുതിയ 2 മാർക്ക് നേരെ എഴുതിയാൽ മതി. ബട്ട് ഈ വട്ടം ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഫ്രോഗിലും മൊണാർക്ക് ബട്ടർഫ്ലൈയിലും എന്താണ് ഡിഫെൻസ് മെക്കാനിസം? 4 ഡിഫെൻസ് മെക്കാനിസം എഴുതി വെക്കേണ്ടടുത്ത് ഓരോ ഓർഗാനിസത്തിലും എന്താണെന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വൃത്തിക്ക് പഠിക്കാത്ത ഒരാൾക്ക് അത് കിട്ടില്ല.
4 പോയിന്റ് ചുമ്മാതെ പഠിച്ച ക്യാമോഫ്ലേജ്, ടോൺസ് ഉണ്ട്, പോയിസണസ് കെമിക്കൽ ഉണ്ട്, കാർഡിയ ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്. ഈ 4 പോയിന്റ് കാണാതെ പഠിച്ച ആൾക്കാർക്ക് കിട്ടില്ല. അത് ഓരോ ഡിഫൻസും ഏത് ഓർഗാനിസങ്ങളാണ് കാണുന്നത് എന്ന് പഠിച്ച ഒരാൾക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോയി സാധാരണയിൽ നിന്ന് കുറച്ചുകൂടെ ഇറങ്ങിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. കോമ്പിറ്റൻ്റ് സെൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതെന്തുകൊണ്ട് സെൽ മെമ്പറിലൂടെ കടന്നു പോകുന്നില്ല എന്ന് ചോദിച്ചു. രണ്ടാമത്തെ എന്താ, ഇൻസുലിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയി പോയി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഫ്രോഗിലും മൊണാർക്ക് ബട്ടർഫ്ലൈയിലുമുള്ള ഡിഫൻസ് മെക്കാനിസം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ ഇമാസ്കുലേഷനും ബാഗിങ്ങും ഉണ്ട്. ആ ഇമാസ്കുലേഷൻ ബാഗിങ്ങിൻ്റെ 2 സ്റ്റെപ്പുകൾ ചോദിക്കാറുണ്ട്. എന്നാൽ ഇമാസ്കുലേഷൻ ബാഗിങ്ങിൻ്റെ സം ഫ്ലവേഴ്സ് സെലക്ടഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഡു നോട്ട് റിക്വയർ ഇമാസ്കുലേഷൻ ബട്ട് ബാഗിങ്. ഇമാസ്കുലേഷൻ വേണ്ടാത്തത് ആർക്കാ? യൂണിസെക്ച്വൽ ഫ്ലവേഴ്സിന് ഇമാസ്കുലേഷൻ വേണ്ട. ഗീവ് റീസൺ. യൂണിസെക്ച്വൽ ഫ്ലവേഴ്സിൽ സെൽഫ് പോളിനേഷൻ നടക്കില്ല, അതുകൊണ്ട് ആന്തർ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആന്തർ റിമൂവൽ അവിടെ ഇല്ല, ഇമാസ്കുലേഷൻ ആബ്സെൻ്റ് ആണ്. സാധാരണ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്, 2 സ്റ്റെപ്പ് എന്താണേ ചോദിക്കുകയുള്ളൂ. പക്ഷേ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ യൂണിസെക്ച്വൽ ഫ്ലവറിൽ നടക്കാത്തതിൻ്റെ കാരണമാണ് ചോദിച്ചത്. ഒന്നുകൂടി ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണ്. നമ്മൾ പ്രീവിയസ് ഇയറിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഇത് പഠിപ്പിക്കുന്ന സമയത്ത് എല്ലാവരെയും പഠിപ്പിച്ച് തരാറുള്ളതാണ്. എല്ലാവരും എഴുതാൻ ചാൻസുമുണ്ട്. അടുത്തെന്താ, വിച്ച് വൺ ഓഫ് ദ കർവ് ഈസ് മോർ റിയലിസ്റ്റിക്? ലോജിസ്റ്റിക് ആണോ എക്സ്പോണൻഷ്യൽ ആണോ മോർ റിയലിസ്റ്റിക്? ഏതാ? ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡലാ മോർ റിയലിസ്റ്റിക്? ഒരു ന്യൂ ക്വസ്റ്റ്യൻ ആണത്. അതേപോലെ എംബ്രിയോയിലെ കോട്ടിലിടേണ്ട ഫംഗ്ഷൻ അടയാളപ്പെടുത്തുന്നതിൽ കോട്ടിലിടേണ്ട ഫംഗ്ഷൻ ഉണ്ട്. പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ഫോർ എംബ്രിയോ ഡെവലപ്മെൻറ്റ്, അതുമുണ്ട്. ഒരു ന്യൂ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബയോറിയാക്ടറിലെ കമ്പോണൻറ്റുകൾ എന്തൊക്കെ? മോട്ടർ ഉണ്ട്, ഫ്ലാറ്റ് ട്യൂബുലർ ഇമ്പല്ലർ ഉണ്ട്, സ്റ്റീം ഫോർ സ്റ്റെറിലൈസേഷൻ ഉണ്ട്, സ്റ്റെറൈൽ എയർ ഉണ്ട്, pH കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇതിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡൗട്ട് ചോദിച്ച ചോദ്യമാണ്, സാർ ഡൗൺ സ്ട്രീം പ്രോസസ്സിന് ശേഷം ഒരു പ്രൊഡക്റ്റിനെ നേരിട്ട് മനുഷ്യന്മാരിൽ ഉപയോഗിക്കാറില്ല, കാരണം എന്താ? പ്രൊഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ശുദ്ധീകരിച്ചാൽ മാത്രം പോരാ, അഴുക്കാകാതിരിക്കാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം, ക്ലിനിക്കൽ ട്രയൽ നടത്തണം, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് നടത്തണം. ഡൗൺ സ്ട്രീം പ്രോസസ്സിലെ ആദ്യത്തെ 2 സ്റ്റെപ്പേ നമ്മൾ നോർമലി പഠിക്കാറുള്ളൂ. ബാക്കി സ്റ്റെപ്പുകളുണ്ട്. ആഡിങ് പ്രിസർവേറ്റീവ്, ക്ലിനിക്കൽ ട്രയൽ, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. ഈ 3 സ്റ്റെപ്പുകളും അറിയുമോ എന്നാണ് ഈ പേപ്പറിലൂടെ അവർ ചെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട്. ബാക്കി ഇപ്പം 20 ക്വസ്റ്റ്യൻ എടുത്താൽ അതിലൊരു 15 എണ്ണം എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു 5 വെറൈറ്റി ക്വസ്റ്റ്യൻ, കുറച്ച് ഡീപ്പ് ക്വസ്റ്റ്യൻ വന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഡീപ്പ് ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് തന്നെ പലർക്കും ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഭൂരിപക്ഷ ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചത് സിമ്പിൾ എക്സാം ആയിരുന്നു എന്നൊക്കെയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേണിൽ കുറച്ചുകൂടെ ലെങ്തി ക്വസ്റ്റ്യനായി കുറച്ചുകൂടെ ഡീപ്പിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടഫ് എന്ന് പറഞ്ഞത്. പക്ഷേ ആ ടഫ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ നല്ല പോലെ എൻസിയായിട്ട് വായിച്ച് പഠിച്ച എല്ലാ മക്കൾക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്രമുള്ളായിരുന്നു. ഇതാണ് എൻ്റെ വിലയിരുത്തൽ. എൻ്റെ അഭിപ്രായത്തിൽ ബയോളജി എക്സാം, ബോട്ടണി എക്സാം ഒരു ടഫ് പേപ്പറാണ്. ഒരു പാറ്റേണിൽ ഒരു വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞതുപോലെ എവിടെന്നെങ്കിലും CBSEൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നോ എവിടെന്നെങ്കിലൊക്കെ ശേഖരിക്കുന്നതായിരിക്കാം. നമ്മളിപ്പം നമ്മൾ ഇതിനു മുമ്പ് കണ്ട പ്രീവിയസ് ഇയറിലെ പല ക്വസ്റ്റ്യൻസും പല ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് എടുത്തതായിരിക്കാം. അന്ന് അത് സിമ്പിൾ ആയതുകൊണ്ട് ആരും അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. ഇന്ന് ടഫാണെന്ന് പലർക്കും തോന്നിയപ്പോഴാണ് ഇന്ന ബാങ്കിൽ നിന്ന് എടുത്തു, ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് എടുത്തു, അവിടുത്തെ ബാങ്ക്, ഈ ബാങ്ക് എവിടെ നിന്നൊക്കെ എടുത്തു നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത്. പല ക്വസ്റ്റ്യനും പലയിടത്തും പല മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, ആ ക്വസ്റ്റ്യൻ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ എവിടെയെങ്കിലും അതിനു മുമ്പ് ആരെങ്കിലും ഉണ്ടാക്കി വെച്ച് കാണും. അപ്പോൾ മക്കളെ, ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻ പേപ്പറാണ്. പഠിക്കുന്നവർക്ക് നല്ലപോലെ എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയുക. ആസ് എ ടീച്ചർ എൻ്റെ അഭിപ്രായത്തിൽ ആ ബോട്ടണി പേപ്പർ അത്യാവശ്യം ഒരു ലെവലുള്ള പേപ്പറായിരുന്നു. എന്താ പറയുക, കുറച്ച് നല്ല പുതിയ ക്വസ്റ്റ്യനുമുണ്ട്. ഉള്ള ക്വസ്റ്റ്യൻസിൽ കുറച്ചുകൂടെ ലെങ്തിയാണ്, ഉള്ളിലേക്ക് ഇറങ്ങി ചോദിച്ച പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതാണ് എൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഈ എക്സാമിനെ കുറിച്ചുള്ളത്. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.